നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സന്ദീപിന്റെ അയ്യോ നീ എടുത്തോ, അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം ആ കിഴങ്ങനെ? നിന്റെ സന്ദീപിനെ പറഞ്ഞോണ്ടല്ലോ. ഒരു ചന്ദീപ് നീ തന്നെ എടുത്തോ അവനെ. ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അവക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റാത്തവനെ അല്ലെങ്കിൽ തന്നെ എന്റെ അനിയത്തിക്ക് ആവശ്യമില്ല. വലിയ വീട്ടിലെ പയ്യന്മാര് കണ്ണും കൈയും കാണിക്കുമ്പോ മയങ്ങി വീഴരുതെന്ന് അനിയത്തോട് പറഞ്ഞുകൂടായിരുന്നോ? കയ്യും കണ്ണും കാണിച്ച മയങ്ങി വീഴൂ. മോളെ നീ ചെന്ന് അച്ചു എന്റെ അടുത്ത് ചെന്നിരിക്കും. ചെല്ല്. കയ്യും കണ്ണും കാണിച്ച മയങ്ങി വീഴും. അപ്പൊ കാല് കാണിക്കണ്ടേ? ഞാൻ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് എന്തിനാന്നറിയോ? നീ ഇനി സംസാരിച്ച് പരിധി വിടും. അതിന്റെ അവസാനം ഞാൻ നിനക്കിട്ട് പൊട്ടിക്കുകയും ചെയ്യും. അത് കൊച്ചു കാണണ്ടെന്ന് കരുതിയാ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. നീ എന്താ പറഞ്ഞ? വലിയ വീട്ടിലെ പയ്യന്മാര് കണ്ണും കൈയും കാണിക്കുമ്പോ മയങ്ങി വീഴുന്നവളാ എന്റെ അനിയത്തിയെന്നോ? അവളെ നല്ലതുപോലെ തന്നെയാ ദയാനന്ദ മാഷും കമലമ്മയും വളർത്തിയത്, അല്ലാതെ ഇതുപോലെ അഴിച്ചു വിട്ടേക്കുമല്ല. ആദരയ്ക്ക് പിന്നെ ഒരു അബദ്ധം പറ്റി. നട്ടല് പണയം വെച്ച ഇവിടുത്തെ കൊച്ചു മുതലാളിയെ ആളും തരവും നോക്കാതെ പ്രേമിച്ചു. അല്ലെങ്കിൽ അവന് പറ്റിയത് നീ തന്നെയാ. മൂന്നിന്റെ കറിവേപ്പില പോലെ നീ അവനെ വലിച്ചെറിയുമ്പോ അവൻ മോങ്ങിക്കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാം. ആദര നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും. നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. എന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവരെല്ലാം ചതിക്കുകയല്ലേ നിങ്ങള്? പൈസ കണ്ട് മൂക്കും കുത്തി വീണ എന്തും ചെയ്യും. എന്നിട്ടാ വലിയ ഡയലോഗ് അടിക്കുന്നെ. നിന്നോടാരാ പൈസ കണ്ട ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ്? അവന്തികയാണോ? അങ്ങനൊരു ധാരണ അവന്തികയ്ക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റാൻ പറയണം. ഈ നിൽക്കുന്ന അനിയത്തി സന്ദീപുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ചത്തു കളയോന്നൊക്കെ നിന്റെ ചേച്ചി എന്നോട് പറഞ്ഞതുകൊണ്ടാ ഞാൻ സഹായിക്കുന്ന തീരുമാനിച്ചത്. പിന്നെ സന്ദീപ് എന്ന് പറയുന്നവൻ ഒരിക്കലും ധൈര്യം കാണിച്ച് ആതിരെ കെട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടും. അവന്തിക നടക്കില്ലെന്ന് പറയുന്ന ഒരു കാര്യം ഈ വീട്ടിൽ നടക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ വരുമ്പോ ഒരിക്കലും ആതിര ഇവിടേക്ക് വരാനും പോകുന്നില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ട് കുറച്ച് കൂടെ നിന്നു. പിന്നെ പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നപ്പോ വേണ്ടെന്നും പറഞ്ഞില്ല. അല്ലാതെ എന്റെ കുടുംബത്തെ തകർക്കുന്ന ഒന്നും മീര ചെയ്യില്ല. പിന്നെ അവന്തികയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. വലിയൊരു കടത്തിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ. ആ അനൂപിന്റെ വലിയ കടം ആരോ വീട്ടിൽ നിന്ന്. അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് മീര എന്നെ വിളിച്ച് നന്ദി പറഞ്ഞു. നിവൃത്തിയില്ലാതെ ഞാനത് സമ്മതിക്കുകയും ചെയ്തു. ആ കടപ്പാട് എന്നും ഉണ്ടാവും, അവന്തികയോട് മാത്രം. അത് കണ്ടോണ്ട് നീ കിടന്ന് തിളക്കല്ലേ മോളെ. ഓടിച്ച് കൊരണക്കുറ്റി പോയിക്കും ഞാൻ. ഞാനും നീയും കാണുമ്പോഴൊക്കെ നീ ചെണ്ടയും ഞാൻ മാരാരുവാ. അതുകൊണ്ട് ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇന്നെങ്കിലും പരസ്പരം സംസാരിച്ച് വഴക്കില്ലാതെ പിരിയാം നമുക്ക്. എന്ന് കരുതി എപ്പോഴും ഈ സൗജന്യം നീ പ്രതീക്ഷിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.